നമസ്കാരം. നമ്മുടെ തലച്ചോറിന് എങ്ങനെ ശരിക്കും പരിശീലിപ്പിച്ച് കൂടുതൽ ശക്തമാക്കാം, അതിൻ്റെ മുഴുവൻ കഴിവും നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം, ഈ വിശകലനത്തിൽ നമ്മൾ അതിനുള്ള വഴികളാണ് തേടാൻ പോകുന്നത്. നമ്മളിൽ മിക്കവർക്കും ഈ ഒരു അനുഭവം കാണും അല്ലേ? ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യാനിരിക്കുമ്പോഴായിരിക്കും ഫോൺ എടുത്ത് വെറുതെ സ്ക്രോൾ ചെയ്യാൻ തോന്നുന്നത്, അല്ലെങ്കിൽ നന്നായി പഠിച്ചൊരു കാര്യം പരീക്ഷ ഹാളിൽ വെച്ച് മറന്നുപോകുന്നത്. ഇതൊന്നും നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല കേട്ടോ, ഇത് വളരെ സാധാരണമായൊരു അനുഭവമാണ്. ശരി, നമുക്ക് ഈ വിഷയത്തെ ഒന്ന് വേറൊരു രീതിയിൽ ചിന്തിച്ചു നോക്കിയാലോ? ഒരുപക്ഷെ ഇത് നിങ്ങളുടെയോ നിങ്ങളുടെ തലച്ചോറിൻ്റെയോ ഒരു കുറവല്ലെങ്കിലോ? പകരം തലച്ചോറിനെ ഏറ്റവും നന്നായി ഉപയോഗിക്കാനുള്ള ഒരു യൂസർ മാനുവൽ നമുക്കിതുവരെ കിട്ടാത്തത് കൊണ്ടാണെങ്കിലോ? ഇതാണ് ഇതിലെ ഏറ്റവും ആവേശകരമായ ഒരു കാര്യം. നമ്മുടെ തലച്ചോറ് ഒരു കല്ല് പോലെ ഉറച്ചുപോയ ഒന്നല്ല. ഓരോ പുതിയ അനുഭവത്തിലൂടെയും പഠനത്തിലൂടെയും അതിന് സ്വയം മാറാനും പുതിയ കണക്ഷനുകൾ ഉണ്ടാക്കാനും പറ്റും. ശാസ്ത്രം പറയുന്നത് ഈ കഴിവിനെ പ്രയോജനപ്പെടുത്താനാണ്. അതുകൊണ്ട് അടുത്ത കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങളുടെ തലച്ചോറിൻ്റെ ഈ അത്ഭുതകരമായ കഴിവിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിൻ്റെ ഒരു രൂപരേഖ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ഇതിനെ നിങ്ങളുടെ തലച്ചോറിനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലായിട്ട് തന്നെ കണക്കാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എല്ലാറ്റിൻ്റെയും അടിസ്ഥാനമായ ഒരു ആശയത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത്. അതാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. ഇവിടെ കാണുന്ന ഈ നിർവചനം ഒന്ന് നോക്കൂ. ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ തലച്ചോറിന് അതിൻ്റെ ഉള്ളിലെ കണക്ഷനുകൾ അല്ലെങ്കിൽ ആ വയറിങ് സ്വയം മാറ്റാൻ പറ്റും. ഇതിന് പിന്നിലൊരു അടിസ്ഥാന നിയമം എന്താണെന്ന് വെച്ചാൽ, ഒരുമിച്ച് ആക്റ്റീവ് ആവുന്ന തലച്ചോറിലെ കോശങ്ങൾ അവ തമ്മിലൊരു ബന്ധം സ്ഥാപിക്കും. അത്രയുള്ളൂ. ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന ഈ ആശയത്തെ ഈ ഉദ്ധരണി വളരെ മനോഹരമായിട്ടാണ് പറഞ്ഞു തരുന്നത്. നമ്മൾ ഒരു കാര്യം ആവർത്തിച്ച് ചെയ്യുമ്പോൾ തലച്ചോറിൽ ആ പാത കൂടുതൽ വ്യക്തവും ശക്തവുമാകും. അതേസമയം ഉപയോഗിക്കാത്ത വഴികളോ പതിയെ കാടുപിടിച്ചു പോവുകയും ചെയ്യും. ഈ പുതിയ പാതകളൊക്കെ നിർമ്മിക്കുന്നതിന് മുൻപ് നമ്മുടെ തലച്ചോറ് എന്ന ആ മണ്ണിനെ ഒന്ന് ഫലഭൂയിഷ്ടമാക്കേണ്ടതുണ്ട്. അതിനാവശ്യമായ ചില ജൈവപരമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യത്തേത് വ്യായാമമാണ്. നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ BDNF എന്നൊരു പ്രോട്ടീൻ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇത് തലച്ചോറിലെ കോശങ്ങളുടെ വളർച്ചയെ സഹായിക്കുന്ന ഒരുതരം മാന്ത്രിക വളം പോലെയാണെന്ന് പറയാം. ഇത് പഠനത്തിനും ഓർമ്മയ്ക്കും വളരെ പ്രധാനപ്പെട്ട ഹിപ്പോകാമ്പസ് എന്ന ഭാഗത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. അടുത്തത് ഭക്ഷണമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തലച്ചോറിനെ നേരിട്ട് സ്വാധീനിക്കും. ഇതിലെ ഏറ്റവും രസകരമായൊരു കാര്യം എന്താണെന്നറിയുമോ? നമ്മുടെ മൂഡിനെ നിയന്ത്രിക്കുന്ന സെറോട്ടോണിൻ എന്ന രാസവസ്തുവിൻ്റെ ഏകദേശം 95% ഉണ്ടാകുന്നത് നമ്മുടെ കുടലിലാണ്. അപ്പോൾ വയറും തലച്ചോറും തമ്മിൽ വലിയ ബന്ധമുണ്ട്. മൂന്നാമത്തെ ഘടകം ഉറക്കമാണ്. ഉറക്കമെന്ന് പറയുന്നത് വെറുതെ വിശ്രമിക്കൽ മാത്രമല്ല, നമ്മുടെ തലച്ചോറ് ഏറ്റവും തിരക്കിട്ട് പണിയെടുക്കുന്ന സമയങ്ങളിലൊന്നാണ്. ആ സമയത്താണ് പഠിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ ഉറപ്പിക്കുന്നതും തലച്ചോറിലെ മാലിന്യങ്ങളെല്ലാം പുറന്തള്ളി ഒരു ക്ലീനിങ് നടത്തുന്നതും. ആവശ്യത്തിന് ഉറങ്ങിയില്ലെങ്കിൽ ശ്രദ്ധയും ആത്മനിയന്ത്രണവുമൊക്കെ പാളിപ്പോകുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ തലച്ചോറിന് ആവശ്യമായ ഇന്ധനം കിട്ടിക്കഴിഞ്ഞു. ഇനി അതിൻ്റെ ശക്തിയെ എങ്ങനെ കൃത്യമായൊരു ദിശയിലേക്ക് കൊണ്ടുപോകാമെന്ന് നോക്കാം. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണമാണ് ശ്രദ്ധ. കാൽ ന്യൂപോർട്ട് എന്ന എഴുത്തുകാരന് മുന്നോട്ട് വെച്ച ഡീപ്പ് വർക്ക് അഥവാ ആഴത്തിലുള്ള ജോലി എന്നൊരാശയമുണ്ട്. അതായത് യാതൊരുവിധ ശല്യങ്ങളുമില്ലാതെ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചു ചെയ്യുന്ന ജോലി. ഇങ്ങനെ ചെയ്യുമ്പോൾ കഠിനമായ കാര്യങ്ങൾ വളരെ വേഗത്തിൽ പഠിക്കാനും മികച്ച റിസൾട്ട് ഉണ്ടാക്കാനും നമുക്ക് സാധിക്കും. ഈ താരതമ്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒരു വശത്ത് പുതിയ എന്തെങ്കിലും മൂല്യമുണ്ടാക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള ഡീപ്പ് വർക്ക്, മറുവശത്ത് വലിയ ചിന്തയൊന്നും വേണ്ടാത്ത എളുപ്പത്തിൽ ആവർത്തിക്കാവുന്ന ഷാലോ വർക്ക് അഥവാ ഉപരിപ്ലവമായ ജോലി. നമ്മൾ കൂടുതൽ സമയവും ഇതിൽ ഏതിലാണ് ചിലവഴിക്കുന്നതെന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പറയുന്ന മൾട്ടി ടാസ്കിങ്ങിൻ്റെ ഏറ്റവും വലിയ അപകടം ഇതാണ്. ഒരു ജോലിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് പെട്ടെന്ന് മാറുമ്പോൾ നമ്മുടെ ശ്രദ്ധ 100% പുതിയ ജോലിയിലേക്ക് വരില്ല. പഴയ ജോലിയുടെ ഒരു അംശം നമ്മുടെ മനസ്സിൽ തന്നെ തങ്ങി നിൽക്കും. ഇതിനെയാണ് അറ്റൻഷൻ റെസിഡ്യൂ എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് ഇടയ്ക്കിടെയുള്ള ഇമെയിൽ ചെക്കിങ്ങും സോഷ്യൽ മീഡിയ നോക്കലും നമ്മുടെ ശ്രദ്ധയെ പൂർണ്ണമായി നശിപ്പിക്കുന്നത്. ശരി, ഈ ആഴത്തിലുള്ള ജോലിയിലൂടെ നമ്മൾ നേടിയ അറിവൊക്കെ എങ്ങനെ ഓർമ്മയിൽ നിലനിർത്താം എന്ന് നോക്കാം. മറവിയെ തോൽപ്പിക്കാനുള്ള ചില തന്ത്രങ്ങളിലേക്കാണ് നമ്മളിനി പോകുന്നത്. പുതിയൊരു കാര്യം പഠിച്ച് കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഭൂരിഭാഗവും നമ്മൾ മറന്നു തുടങ്ങും. ഇതൊരു സ്വാഭാവിക പ്രക്രിയയാണ്. ഇതിനെയാണ് ഫൊർഗെറ്റിംഗ് കർവ് എന്ന് പറയുന്നത്. പക്ഷേ വിഷമിക്കേണ്ട, ഈ കർവിൻ്റെ ഗതി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതിനുള്ള വഴികളാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത്. ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത്. പഠിച്ചത് ഓർക്കാൻ വേണ്ടി വെറുതെ നോട്ടുകൾ വീണ്ടും വായിക്കുന്നതും ഹൈലൈറ്റ് ചെയ്യുന്നതും ഒരു പാസീവ് റിവ്യൂ ആണ്. അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. എന്നാൽ പുസ്തകം അടച്ചുവെച്ച് സ്വയം ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം ഓർത്തെടുക്കാൻ ശ്രമിക്കുന്ന ആക്റ്റീവ് റീകോൾ ഉണ്ടല്ലോ, അത്
ഓർമ്മശക്തിയെ 10 മടങ്ങ് വർദ്ധിപ്പിക്കും. കാരണം അത് തലച്ചോറിനെ ശരിക്കും പണിയെടുപ്പിക്കും. മറവിക്കെതിരായ നമ്മുടെ രണ്ടാമത്തെ ആയുധമാണ് സ്പേസ്ഡ് റെപ്പറ്റീഷൻ. അതായത് പഠിച്ച കാര്യങ്ങൾ കൃത്യമായ ഇടവേളകളിൽ വീണ്ടും ഓർത്തെടുക്കുന്നത് ദീർഘകാല ഓർമ്മയെ നന്നായി ശക്തിപ്പെടുത്തും. നമ്മൾ മറന്നു തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് ശരിയായ സമയത്ത് ഓർമ്മയെ ഒന്നുകൂടി ഉറപ്പിക്കുക. അതാണ് ഇതിന്റെ തത്വം. ഈ സ്ലൈഡിൽ കാണുന്നത് സ്പേസ്ഡ് റെപ്പിറ്റേഷൻ പ്രാവർത്തികമാക്കാനുള്ള ഒരു സിമ്പിൾ ഷെഡ്യൂളാണ്. ആദ്യം പഠിച്ചതിന് ശേഷം ഒരു 2 ദിവസം കഴിഞ്ഞ്, പിന്നെ ഒരു 5 ദിവസം കഴിഞ്ഞ്, അങ്ങനെ ഇടവേളകൾ കൂട്ടിക്കൂട്ടി പുനരവലോകനം ചെയ്യുക. ഇത് വളരെ വളരെ ഫലപ്രദമായ ഒരു രീതിയാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഏറ്റവും മികച്ച ടൂൾസൊക്കെ ഉണ്ടായിട്ടും ഒരു കാര്യവുമില്ല, നമുക്ക് സ്വയം മെച്ചപ്പെടാൻ കഴിയുമെന്നൊരു അടിസ്ഥാനപരമായ വിശ്വാസമില്ലെങ്കിൽ, അതാണ് അവസാനത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ചേരുവ. ഈ ഉദ്ധരണി വളരെ ശക്തമാണ്. ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ ഗ്രോത്ത് മൈൻഡ്സെറ്റ് അഥവാ വളർച്ചാ മനോഭാവമുള്ള ഒരു തലച്ചോറ് കൂടുതൽ സജീവമാകും. അത് ആ തെറ്റിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കും. പരാജയം ഒന്നിൻ്റെയും അവസാനമല്ല, മറിച്ച് പഠിക്കാനുള്ളൊരു അവസരമാണെന്ന് ആ തലച്ചോറ് വിശ്വസിക്കുന്നു. ദാ ഇവിടെ നോക്കൂ, 2 തരം ചിന്താഗതികളുണ്ട്. ഒന്ന്, ഫിക്സഡ് മൈൻഡ് സെറ്റ്, അതായത് എൻ്റെ ബുദ്ധിയും കഴിവുമൊക്കെ ഇത്രയുള്ളൂ, അത് മാറ്റാനൊന്നും പറ്റില്ല എന്ന് വിശ്വസിക്കുന്നത്. ഇനി മറ്റേത് നോക്കിയേ, ഗ്രോത്ത് മൈൻഡ് സെറ്റ്, ഞാൻ ശ്രമിച്ചാൽ പരിശ്രമിച്ചാൽ എനിക്ക് ഏത് കഴിവും വളർത്തിയെടുക്കാമെന്ന വിശ്വാസം. ഇതിൽ ഏത് വഴിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത്? കാരണം ആ ഒരു തിരഞ്ഞെടുപ്പ് മതി നിങ്ങളുടെ പഠനത്തെയും ജീവിതത്തെയും മൊത്തത്തിൽ മാറ്റിമറിക്കാൻ. അപ്പോൾ നമ്മൾ തുടങ്ങിയിടത്തേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു. നിങ്ങളുടെ തലച്ചോറ് ഒരു ജീവനുള്ള കാടാണ്. അതിലെ വഴികൾ നിർമ്മിക്കുന്നത് നിങ്ങളാണ്. ഈ വിശകലനത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ച് ഇന്ന് നിങ്ങൾ ഏതൊക്കെ പുതിയ ശക്തമായ പാതകളാണ് അവിടെ നിർമ്മിക്കാൻ പോകുന്നത്?